എല്ലാവർക്കും നെക്ടറിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റിയൽ നമ്പേഴ്സ് ആണ്. റിയൽ നമ്പേഴ്സ് നമ്മൾ ഓൾറെഡി ഒരു 4 ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൽ 3 ക്ലാസ് ടെക്സ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യനും ഒരു ക്ലാസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ചെയ്തത്. അതുകൊണ്ട് ഈ ക്ലാസ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ തൊട്ട് മുമ്പത്തെ ക്ലാസ് കൂടി കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണുക. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? പ്രൂവ് ദാറ്റ് √2 ഈസ് ഇറാഷണൽ എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലെ. അതനുസരിച്ച് ഈ ക്വസ്റ്റ്യൻ √2 നമുക്ക് ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പ്രൂവ് ദാറ്റ് √2 ഈസ് ഇറാഷണൽ ചോദിക്കാം, പ്രൂവ് ദാറ്റ് √3 ഈസ് ഇറാഷണൽ ചോദിക്കാം, അല്ലെങ്കിൽ √5 ഈസ് ഇറാഷണൽ ചോദിക്കാം, അല്ലെങ്കിൽ √7 ഇറാഷണൽ ചോദിക്കാം. ഇങ്ങനെ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്ന അതേ രീതിയിലാണ് എല്ലാത്തിന്റെയും ആൻസർ ചെയ്യേണ്ടത്. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി ഏതും ചോദിച്ചാലും നമുക്ക് ആൻസർ എഴുതാൻ സാധിക്കും. ഓക്കെ, നമുക്ക് 2-3 ക്വസ്റ്റ്യൻ ചെയ്യാം. ശുഭ നോക്കി, ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കേണ്ടത്? പ്രൂവ് ദാറ്റ് √2 ഈസ് ഇറാഷണൽ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ ചോദിക്കാം. നമ്മൾ തന്നെ കോൺട്രവേഴ്സി നമ്മൾ എടുക്കാൻ പോകുന്നത്. അതായത് നമ്മൾ നമ്മൾ എന്താ പറയാൻ പോകുന്നത്? നമ്മൾ പറയാൻ പോകുന്നത് √2 ഒരു റാഷണൽ ആണെന്ന് നമ്മൾ സങ്കല്പിക്കുക. നമ്മൾ എടുക്കുക √2 ഒരു റാഷണൽ ആണ്, അങ്ങനെ നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ √2 ഒരു റാഷണൽ ആണ്. ലെറ്റ് us assume that എങ്ങനെയാ √2 ഈസ് റാഷണൽ. √2 ഒരു റാഷണൽ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്ത് എടുക്കുന്നു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? √2 ഈസ് ഇറാഷണൽ എന്ന് കണ്ടത് അല്ലെ. √2 ഈസ് ഇറാഷണൽ എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ എന്താ എടുക്കാൻ പോകുന്നത്? ഇപ്പം നമ്മൾ അസ്യൂം ചെയ്യുന്നു √2 ഈസ് റാഷണൽ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. നമുക്കറിയാം √2 റാഷണൽ ആണ് എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? റാഷണൽ നമ്പർ ഇറാഷണൽ അറിയാലോ. റാഷണൽ എങ്ങനെ എഴുതാം? നമുക്ക് p/q ഫോമിൽ എഴുതാൻ സാധിക്കുന്ന നമ്പറിനെ എല്ലാം നമുക്ക് എന്ത് പറയാം? റാഷണൽ നമ്പർ എന്ന് പറയാം. p/q ഫോമിൽ എഴുതാൻ സാധിക്കുന്ന എല്ലാ നമ്പറിനെയും റാഷണൽ നമ്പർ എഴുതാം. എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് √2 എന്തെങ്കിലും എഴുതാം? നമുക്ക് p/q ഫോമിലേക്ക് നമുക്ക് മാറ്റി എഴുതാം. അതായത് ഇപ്പം ഞാൻ ഇപ്പൊ എഴുതാൻ പോകുന്ന √2 ഈസ് ഈക്വൽ ടു a/b. p/q അല്ലെ a/b ആയാലും ഓക്കെ, a/b എന്ന് എഴുതുന്നു. √2 ഈസ് ഈക്വൽ ടു a/b. a ഡിവൈഡഡ് ബൈ b എന്ന ഫോമിലേക്ക് എഴുതാം. അവിടെ രണ്ട് കാര്യമുണ്ട്. a ആൻഡ് b ആർ എന്തായിരിക്കണം? കോപ്രൈം ആയിരിക്കണം. ആൻഡ് b നോട്ട് ഈക്വൽ ടു 0. എന്ത് കോപ്രൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ? കോപ്രൈം എന്ന് വെച്ചാൽ എന്താ അറിയോ? കോപ്രൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എക്കും ബിക്കും എന്തായിരിക്കണം? ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എയും ബിയെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സംഖ്യ 1 ആയിരിക്കണം. 1 അല്ലാതെ മറ്റൊരു സംഖ്യ കൊണ്ടും എക്കും ബിയെയും ഡിവൈഡ് ചെയ്യാൻ പാടില്ല. എങ്കിൽ മാത്രമേ എയും ബിയും കോപ്രൈം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 1/2 നമുക്ക് എന്താ പറയാം? ഒരു കോപ്രൈം ആണെന്ന് പറയാം. അല്ലെങ്കിൽ 3/4 ഇതൊരു കോപ്രൈം എന്ന് പറയാം അല്ലെ. പിന്നെ ഒരു അതുപോലെ 2/4 കോപ്രൈം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, 2/4 ഒരു കോപ്രൈം അല്ല. അതായത് കോപ്രൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിൽ വരുന്ന സംഖ്യ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിന്റെയും എന്താ നമുക്ക് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ ഇതിന് മാത്രമേ സാധിക്കാവൂ, 1ന് മാത്രമേ സാധിക്കൂ. എങ്കിൽ നമുക്ക് എന്ത് പറയാം? അതൊരു കോപ്രൈം ആണെന്ന് പറയാം. അങ്ങനെ എയും ബി എന്തായിരിക്കണം? അവിടെ കോപ്രൈം ആയിരിക്കണം അല്ലെ. √2 ഈസ് ഈക്വൽ ടു a/b എന്ന് ഞാൻ എടുക്കുമെങ്കിൽ √2 ഈസ് ഈക്വൽ ടു a/b ആണ്. a ആൻഡ് b ആർ കോപ്രൈം ആൻഡ് b നോട്ട് ഈക്വൽ ടു 0. എങ്കിൽ നോക്കി അടുത്ത സ്റ്റെപ്പ് നോക്കിയേ. ഞാൻ √2 ഈസ് ഈക്വൽ ടു a/b എന്ന് എനിക്ക് എഴുതി അല്ലെ. എങ്കിൽ ഞാൻ ഇത് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാൻ പോവാ. ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാൻ പോവാണ്. ഇവിടെ ഇങ്ങോട്ട് ചെയ്യുന്നു, ഇവിടെ ഇങ്ങോട്ട് ചെയ്യുന്നു അല്ലെ. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എന്തോ സംഭവിക്കുന്നത്? അടുത്ത സ്റ്റെപ്പ് b ഇൻറ്റു √2 ഈസ് ഈക്വൽ ടു a അല്ലെ. അതായത് √2b ഈസ് ഈക്വൽ ടു a നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് കിട്ടും. ഓക്കെ, ഇനി ഞാൻ ഒന്നുകൂടെ ചെയ്യാൻ പോകുന്നു. ഒന്നുകൂടെ സോൾവ് ചെയ്യാൻ പോകുന്നു. ഇതിനെ √2 എനിക്ക് മാറ്റിയെടുക്കണം. √2 എനിക്ക് മാറ്റിയെടുക്കണം. ഞാൻ സ്ക്വയറിങ് ചെയ്യാൻ പോകുമ്പോൾ സ്ക്വയറിങ് ബോത്ത് സൈഡ്, രണ്ട് സൈഡ് ഞാൻ സ്ക്വയർ ചെയ്യുന്നു. √2b ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു a സ്ക്വയർ. ഓക്കെ, ഇനി √2b സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ കിട്ടും? √2b സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടും? നമുക്ക് എന്ത് കിട്ടും? 2b സ്ക്വയർ ഈസ് ഈക്വൽ ടു a സ്ക്വയർ ആണല്ലോ. 2b സ്ക്വയർ ഈസ് ഈക്വൽ ടു a സ്ക്വയർ. ഇവിടെ അനുസരിച്ച് 2b സ്ക്വയർ ഈസ് ഈക്വൽ ടു a സ്ക്വയർ എനിക്ക് കിട്ടി. അതായത് വേറൊരർത്ഥം കൂടിയുണ്ട്. എന്താ? a സ്ക്വയറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. 2b സ്ക്വയർ ഈസ് ഈക്വൽ ടു a സ്ക്വയർ. ദാറ്റ് മീൻസ് a സ്ക്വയർ ഈസ് ഡിവിസിബിൾ ബൈ 2 അല്ലെ. a സ്ക്വയറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതായത് a സ്ക്വയറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും a യെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും
എയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. എ സ്ക്വയർ ഈസ് ഡിവിസിബിൾ ബൈ 2, therefore എ ഈസ് ഡിവിസിബിൾ ബൈ 2. എ സ്ക്വയറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും എയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞേക്കുന്നത് 2b സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ നീട്ടി. ഇവിടെ നമ്മൾ പറഞ്ഞു എ സ്ക്വയർ ഈസ് ഡിവിസിബിൾ, ദാറ്റ് മീൻസ് എ സ്ക്വയർ ഈസ് ഡിവിസിബിൾ ബൈ 2. എ സ്ക്വയറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിൽ പറഞ്ഞേക്കുന്നത് അടുത്ത സ്റ്റെപ്പ് എന്തോ സംഭവിക്കുന്നത്, ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്തോ ചെയ്യുന്നത്, അടുത്ത സ്റ്റെപ്പ് എന്ത് വരുന്നത് 2b സ്ക്വയർ ഈസ് ഈക്വൽ എ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ബൈ 2. ഇതല്ലേ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു, അതായത് എ സ്ക്വയർ ഈസ് ഡിവിസിബിൾ ബൈ 2, therefore എ ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 2. ഓക്കെ, ഇത്രയും ചെയ്യാലോ. നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കി നമുക്ക് എന്താ, ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും എഴുതാം, ലെറ്റ് എ ഈസ് ഈക്വൽ ടു 2c എന്ന് ഞാൻ എടുക്കാൻ പോവാം. അതായത് എ എന്നൊരു സംഖ്യ, അതായത് എ ഈസ് ഈക്വൽ ടു 2c, ഞാൻ എയെ 2c എന്നൊരു സംഖ്യയുമായിട്ട് എടുക്കാൻ പോവാ. 2c എന്നൊരു സംഖ്യ എങ്ങനെ 2c ഞാൻ എടുത്തതിന്റെ കാര്യം എന്താ മനസ്സിലായി, 2c എടുത്തതിന്റെ കാര്യം എ എന്തോ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഈസ് ഡിവിസിബിൾ ബൈ 2 അല്ലേ. അതായത് ഇവിടെ സംഖ്യ ഡിവൈഡ് ചെയ്യുമ്പോൾ സംഖ്യ ഇവിടെ കിട്ടുമല്ലോ. ഓക്കെ, ഇവിടെ സംഖ്യ കിട്ടും, എ ബൈ 2 എന്നൊരു സംഖ്യ കിട്ടുമല്ലോ. എ ബൈ 2 എന്നൊരു സംഖ്യ ഇവിടെ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ബൈ 2 എന്ന് കിട്ടത്തില്ല. ദാറ്റ് ഈസ് എ ഈസ് ഡിവിസിബിൾ ബൈ 2 എന്നാണ് എന്റെ അർത്ഥം. അതായത് എ ഒരു 2ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു സംഖ്യയാണ് എ അല്ലെ. എന്തോ ആവാം, വേണമെങ്കിൽ 2 ആവാം അല്ലെ, അല്ലെങ്കിൽ 4 ആവാം, അല്ലെങ്കിൽ 6 ആവാം, അല്ലെങ്കിൽ 8 ആവാം. ഓക്കെ, 8 ആവാം. 2 ആണെങ്കിൽ 2 into 1. ഓക്കെ, 4 ആണെങ്കിൽ 2 into 2, 6 ആണെങ്കിൽ 2 into 3, അതുപോലെ 8 ആണെങ്കിൽ 2 into 4 അല്ലെ. ദാറ്റ് ഈസ് ഈ 2 ഇവിടെ കോമൺ ആണ് 2, ദാറ്റ് ഈസ് ഈ 1 2 3 4 സംഖ്യ ഇല്ല, അത് സി ഞാൻ എടുത്തു. അതായത് ഞാൻ തൽക്കാലം ഞാൻ എന്ത് 2c എന്ന സംഖ്യയാണ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2c ആണെന്ന് ഞാൻ ഇവിടെ എടുക്കുക ചെയ്തത്. ഓക്കെ, എ ഈസ് ഈക്വൽ ടു 2c. അടുത്ത് നോക്കാം, നമുക്ക് എ ഈസ് 2c നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് നമുക്ക് ഇങ്ങോട്ടൊന്ന് ഇട്ട് കൊടുക്കാം അല്ലെ. ഇവിടുത്തെ ഈ ഇക്വേഷനിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇങ്ങനെ എടുക്കാൻ പറ്റും, എങ്ങനെ എടുക്കാൻ പറ്റും, 2b സ്ക്വയർ ഈസ് ഈക്വൽ ടു, അതായത് ഇവിടെ ഇട്ട് കൊടുക്കുവാണേ 2b സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ എയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് എഴുതി, ഈ എയുടെ സ്ഥാനത്ത് ഇട്ടാൽ നമുക്ക് 2c ഇട്ട് കൊടുക്കാം അല്ലെ. ദാറ്റ് ഈസ് 2b സ്ക്വയർ ഈസ് ഈക്വൽ ടു 2c സ്ക്വയർ എന്ന് കിട്ടി. നോക്കാം, സ്ക്വയർ രണ്ടെടുത്ത് സ്ക്വയർ ചെയ്യാം. അടുത്ത സ്റ്റെപ്പിൽ 2b സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 4c സ്ക്വയർ കിട്ടും അല്ലെ. അടുത്ത സ്റ്റെപ്പ് ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ട്, ചെയ്യാൻ പറ്റും. b സ്ക്വയർ ഈസ് ഈക്വൽ ടു 2c, അതായത് ഈ 2ഉം ഈ 4ഉം ഇവിടെ വെച്ച് വെട്ടിയിട്ട് നമ്മൾ 2 കിട്ടും അല്ലെ. b സ്ക്വയർ ഈസ് ഈക്വൽ ടു 2c സ്ക്വയർ. അതിന്റെ അർത്ഥം എന്തുവാണ്, ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2c സ്ക്വയർ. ഇതിന്റെ അർത്ഥം എന്തുവാ, അതായത് ബി സ്ക്വയറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും എന്നല്ലേ അതിന്റെ അർത്ഥം. നമ്മൾ ആദ്യം മേളിൽ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ് വന്നു. ഇവിടെ എന്തുവാ 2b സ്ക്വയർ ഈസ് ഈക്വൽ എ സ്ക്വയർ എങ്കിൽ എ സ്ക്വയറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതേപോലെ ബി സ്ക്വയർ ഈസ് ഈക്വൽ 2c സ്ക്വയർ എങ്കിൽ എന്തുവാ ബി സ്ക്വയറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ബിയെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. എ സ്ക്വയർ അല്ല, ബി സ്ക്വയർ ആണ് ഇവിടെ. ബി സ്ക്വയർ ഈസ് ഡിവിസിബിൾ ബൈ 2, therefore b is divisible by 2. b is divisible by 2 അല്ലെ. b is divisible by 2. ഓക്കെ, എങ്കിൽ നമുക്ക് എന്താ പറയാം നോക്കി, ഇപ്പൊ എന്ത് സംഭവിച്ചു വന്നേരം, ബിയെയും എക്കും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. എക്കും ബിക്കും 1 അല്ലാതെ ഒരു ഡിവൈസർ കൂടി ഉണ്ട്. ഏതാന്റെ പേര് 2 ആണ്. അതിന്റെ പേര് അതാണ് 2 ആണ് അല്ലെ. നല്ല കിട്ടിയത് നമുക്ക്. ദാറ്റ് ഈസ് എ ആൻഡ് ബി ഹാവ് കോമൺ ഫാക്ടർ 2. 1 മാത്രമല്ല, ഒരു കോമൺ ഫാക്ടർ ഉണ്ട്, 2 എന്ന കോമൺ ഫാക്ടർ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് സംഭവിച്ചു ഇവിടെ, നമ്മൾ എടുത്ത കാര്യമെല്ലാം തലതിരിഞ്ഞ് വന്നല്ലേ. അതായത് സോ ദിസ് കോൺട്രഡിക്ഷൻ ഈസ് arisen because of our wrong assumption. നമ്മൾ എടുത്തേക്കുന്ന അസംഷൻ, നമ്മൾ എടുത്തേക്കുന്ന എന്തായിരുന്നു, തെറ്റായിരുന്നു. നമ്മളത് √2 ഈസ് റാഷണൽ എന്ന് എടുത്തത് തെറ്റായിരുന്നു. തെറ്റായത് കൊണ്ടാണ് നമുക്കിവിടെ √2 എന്തായിട്ട് വന്നത്, ഒരു കോമൺ ഫാക്ടർ ആയിട്ട് വന്നു. അത് നമുക്കറിയാം. സോ എന്തോ നമ്മൾ എടുത്തേക്കുന്നത് റോങ് ആയിരുന്നു അല്ലെ. കോൺട്രഡിക്ഷൻ അറൈസ് ബിക്കോസ് ഓഫ് അവർ റോങ് അസംഷൻ. എന്തുകൊണ്ട് നമുക്ക് എന്തോ പറയാം, അതുകൊണ്ട് നമ്മൾ എടുത്തേക്ക് തെറ്റായിരുന്നു. ദാറ്റ് മീൻസ് therefore √2 ഈസ് റാഷണൽ. നമ്മൾ എന്താ പറയുക, √2 ഒരു റാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
ഒന്നുകൂടെ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെയിം പാറ്റേൺ. പ്രൂവ് ദാറ്റ് റൂട്ട് 3 ഈസ് ഇറാഷണൽ. നമ്മൾ എന്തെങ്കിലും എടുക്കാൻ പോകുന്ന റൂട്ട് 3 ഈസ് ഇറാഷണൽ ചോദിക്കാൻ നമ്മൾ എന്തോ ചെയ്യാൻ പോകുന്നത്? ആദ്യമേ നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ല, ലെറ്റ് റൂട്ട് 3 ഈസ് റാഷണൽ ആണെന്നാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അല്ലെ. റാഷണൽ നമ്മുടെ അസംഷൻ ആണത്. നമ്മൾ എടുക്കാൻ പോകുന്നത് എന്തുവാ? ലെറ്റ് us assume the എങ്ങനെ എടുക്കുമ്പോൾ റൂട്ട് 3 ഈസ് റാഷണൽ. റൂട്ട് 3 ഒരു റാഷണൽ ആണെന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നു. ഓക്കെ, നമുക്ക് റൂട്ട് 3 റാഷണൽ ആണെന്ന് പറഞ്ഞ് എടുത്ത് നമുക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റും? അതൊരു P/Q ഫോം എഴുതാൻ പറ്റും. അതായത് നമുക്ക് എന്ത് എഴുതാം? റൂട്ട് 3 ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ A/B എന്ന് തൽക്കാലം എഴുതാം. റൂട്ട് 3 ഈസ് ഈക്വൽ ടു A/B ആണ്. ഇവിടെ എയും ബി എന്തായിരിക്കണം? കോപ്രൈം ആയിരിക്കണം. ആൻഡ് ബി നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഇത്ര ഓക്കെ ആണല്ലോ. തൊട്ടുമ്പ് ചെയ്തതിന്റെ കൂട്ട് തന്നെ ഉള്ളൂ, യാതൊരു വ്യത്യാസവും ഇല്ല. ഇവിടെ യാതൊരു വ്യത്യാസവും ഇല്ല. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്തത്? നമ്മള് എന്താ ചെയ്യുന്നത്? ക്രോസ് മൾട്ടിപ്പിൾ അല്ലെ. ക്രോസ് മൾട്ടിപ്പിൾ ചെയ്തു. റൂട്ട് 3B ഈസ് ഈക്വൽ ടു എ എന്ന് കിട്ടി. റൂട്ട് 3B ഈസ് ഈക്വൽ ടു എ എന്ന് കിട്ടി. ഓക്കെ, നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത്? സ്കോറിംഗ് ബോത്ത് സൈഡ് അല്ലെ. രണ്ട് സൈഡും സ്കോർ ചെയ്യാൻ പോകുന്നു. സ്കോർ ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 3B സ്കോർ ഈസ് ഈക്വൽ ടു എ സ്കോർ കിട്ടി. ഇവിടെ വെച്ച് നമുക്ക് 3B സ്കോർ ഈസ് ഈക്വൽ എ സ്കോർ വെച്ചാൽ എന്താണ് നമുക്ക്? അതായത് എ സ്കോർ ഈസ് ഡിവിസിബിൾ ബൈ 3 അല്ലെ. എ സ്ക്വയർ ഈസ് ഡിവിസിബിൾ ബൈ 3. 3B സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ സ്ക്വയർ. അതായത് നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്തോ എഴുതാൻ പറ്റും. ഓക്കെ, ഇതിന് അടുത്ത സ്റ്റെപ്പ് ഞാൻ ഇവിടെ കാണിക്കാം. 3B സ്ക്വയർ ഈസ് ഈക്വൽ എ സ്ക്വയർ എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു B സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതാം അല്ലെ. അടുത്ത സ്റ്റെപ്പ് B സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ഡിവൈഡ് ബൈ 3. എ സ്ക്വയർ ഡിവൈഡ് ബൈ 3 ആണെങ്കിൽ തീർച്ചയായിട്ടും എ ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും. A square is divisible by 3, therefore A is divisible by 3. A is divisible by 3. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് എന്താക്കാൻ പോകുന്നത്? നമ്മൾ എടുക്കാൻ പോകുന്നത് A is divisible by 3 ആണ് എടുത്തു. അടുത്ത് നമുക്ക് 3ക്ക് നമുക്ക് എക്ക് ഒരു സംഖ്യ എക്ക് എങ്ങനെ കൊടുക്കാം? നമുക്ക് A is equal to 3C എന്ന് പറഞ്ഞെടുക്കുക. 3യുടെ ഒരു മൾട്ടിപ്പിൾ ആണല്ലോ A എന്ന് വെച്ച് കഴിഞ്ഞാൽ 3യുടെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും A. അതായത് A is equal to 3C വന്ന് നമ്മൾ എടുത്തു. ഈ 3C എടുത്തതിന്റെ കാര്യം മനസ്സിലാക്കുക. തൊട്ടുമ്പത് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നില്ല. A is equal to 3C എന്തിനാ എടുത്ത് എങ്ങനെ എടുത്തെന്ന്. A is equal to 3C എടുത്തു എങ്കിൽ നമുക്ക് എക്ക് പകരം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതായത് എങ്ങനെ എടുക്കാം? 3B സ്ക്വയർ ഈസ് ഈക്വൽ ടു 3C സ്ക്വയർ. സ്ക്വയർ ചെയ്യുവാണ്. സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3B സ്ക്വയർ ഈസ് ഈക്വൽ ടു 9C സ്ക്വയർ. ഇവിടെ 3യും 9ഉം ക്യാൻസൽ ആവും. ക്യാൻസൽ ആകുമ്പോൾ വരും 3 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു B സ്ക്വയർ ഈസ് ഈക്വൽ ടു 3C സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി B സ്ക്വയർ ഈസ് ഈക്വൽ ടു 3C സ്ക്വയർ എന്ന് കിട്ടി. ദാറ്റ് മീൻസ് എന്താണ് നമുക്ക് പറയാം? B square is divisible by 3. B square is divisible by 3. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എഴുതാൻ പറ്റൂല്ലോ അല്ലെ. നെക്സ്റ്റ് സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് എങ്ങനെ എഴുതാം? that is equal to C square is equal to B square by 3. That is B square is divisible by 3. And so എങ്ങനെ ആക്കാം? B square is divisible by 3 ആണെങ്കിൽ therefore B is also divisible by 3. A അല്ല ഇവിടെ, B ആണ്. മിസ്റ്റേക്ക് ആണ് ഇവിടെ. B square is divisible by 3. Therefore B is divisible by 3. ഓക്കെ, അപ്പം എന്തോ സംഭവിച്ചു ഇവിടെ? എയും ബിയെയും എന്തോ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. എയുടെയും ബിയുടെ ഒരു ഫാക്ടർ ആണ് 3. എ ആൻഡ് ബി ഹാവ് കോമൺ ഫാക്ടർ 3. 3 ഒരു കോമൺ ഫാക്ടർ ആണ്. 3 എന്നൊരു കോമൺ ഫാക്ടർ ഉണ്ട്. ഓക്കെ, 3 ഒരു കോമൺ ഫാക്ടർ ഉണ്ട് എങ്കിൽ നമ്മൾ എടുത്ത കോൺട്രഡിക്ഷൻ തെറ്റിപ്പോയില്ലേ. സോ ദിസ് കോൺട്രഡിക്ഷൻ ഈസ് അറൈസസ് because of our wrong assumption. നമ്മുടെ അടുത്തേക്ക് അസംഷൻ തെറ്റായിരുന്നു. നമ്മുടെ അടുത്ത അസംഷൻ എന്തായിരുന്നു? റൂട്ട് 3 ഈസ് റാഷണൽ എന്നാണ് നമ്മൾ എടുത്തേക്കുന്നത്. അത് തെറ്റാണ്. തെറ്റാണെങ്കിൽ എന്തായിരിക്കും? റാഷണൽ അല്ലെങ്കിൽ എന്തായിരിക്കും? തീർച്ചയായിട്ടും ഇറാഷണൽ ആയിരിക്കും അല്ലെ. therefore root 3 is irrational. okay, root 3 is rational. root 3 is irrational. okay, root 3 is rational. ചെയ്യാലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രൂവ് ദാറ്റ് root 5 is irrational. ഓൾറെഡി നമ്മൾ രണ്ടെണ്ണം ചെയ്ത് കഴിഞ്ഞു. നമുക്കിപ്പോൾ ചെയ്യാൻ അറിയാം. തീർച്ചയായിട്ടും അല്ലേ, നമുക്ക് വ്യക്തമായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കറിയാം. കറക്റ്റായിട്ട് ചെയ്യാൻ അറിയാം. നമുക്ക് നോക്കാം. നമുക്ക് എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ എങ്ങനെ എടുക്കാൻ പോകുന്നത്? let us assume എന്താണ്? root 5 is rational. root 5 റാഷണൽ നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് അടുത്ത root 5 റാഷണൽ ആണെങ്കിൽ എങ്ങനെ? root 5 is equal to നമുക്ക് എഴുതാം A/B എന്ന് എഴുതാം. ഓക്കെ, A/B എന്ന് എഴുതാം. എങ്കിൽ A and B are കോപ്രൈം. ഡൗട്ട് ഇല്ലല്ലോ കോപ്രൈം എന്താണെന്ന്? കോപ്രൈം ഡൗട്ട് ഇല്ലല്ലോ.
എ ആൻഡ് ബി ആർ കോ പ്രൈം ആൻഡ് ബി നോട്ട് ഈക്വൽ ടു 0. ഈസിയാണ്. എങ്കിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്തു √5b is equal to a എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പ് നമുക്ക് സ്ക്വയറിംഗ് ബോത്ത് സൈഡ്, രണ്ട് സൈഡ് സ്ക്വയർ ചെയ്തു. √5b square is equal to a square. That is 5b square is equal to a square. 5b square is equal to a square. That means അടുത്ത സ്റ്റെപ്പ് എങ്ങനെ എഴുതാൻ പറ്റും? That means b square is equal to a square divided by 5. ഇങ്ങനെ അറിയാം a square is divided by 5. That means that also a is also divisible by 5 അല്ലേ? അതായത് a square is divisible by 5, therefore a is divisible by 5 ആണല്ലോ. Then എങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം? ലെറ്റ് a is equal to 5c എന്നെടുത്തു. 5c a എന്ന് വെച്ചാൽ 5c എന്ന നമ്പർ ആയിരിക്കും. അതായത് 5യുടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നമ്പർ ആയിരിക്കും. c എന്താവാം? 1 ആവും, 2 ആവാം, 3 ആവും, 4 ആവും, 5 ആവും. 5 into 1 5, 5 into 2 10, 5 into 3 15, 5 into 4 20 അല്ലേ? c എന്തും ആവാം അല്ലേ? അതായത് c is ഇന്റിജർ ആയിട്ടുള്ള ഏത് നമ്പറും ആവാം. a is equal to 5c എന്നെടുത്തു. നമ്മൾ നേരെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണെങ്കിൽ നമുക്ക് ഈ കാണുന്ന എടുത്ത് ഓട്ട് എയുടെ സ്ഥാനത്ത് ഓട്ടം കൊടുക്കാൻ പോവാണത്. കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ 5b square is equal to 5c square. രണ്ടിടത്തും സ്ക്വയർ ചെയ്യുക. 5b square is equal to 25c square. ക്യാൻസൽ ചെയ്യുക. 5 into 25 5 കിട്ടും അവിടെ. That is equal to b square is equal to 5c square. ഇവിടെ എന്താണ്? b square is equal to 5c square. That is equal to നമുക്ക് എഴുതാൻ പറ്റും. That is equal to c square is equal to b square divided by 5. That is b is also divisible by 5 അല്ലെ? b is also divisible by 5. That is b square is divisible by 5. Therefore b is divisible by 5. എങ്കിൽ ഇവിടെ എന്ത് സംഭവിച്ചു? എക്കും ബിക്കും 5 എന്നൊരു ഫാക്ടർ കൂടി ഉണ്ട്. 1 മാത്രമല്ല 5 എന്നുകൂടി ഒരു ഫാക്ടർ കൂടി ഉണ്ട്. a and b have a common factor 5. And so our contradiction is arise because of our wrong assumption. നമ്മുടെ അസംഷൻ തെറ്റായിരുന്നു. എന്താ നമ്മുടെ അസംഷൻ? എന്താണ്? ഇതൊരു റാഷണൽ നമ്പർ ആണ് എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയത് അല്ലെ? നമ്മൾ അസംഷൻ തെറ്റി. നമുക്ക് എന്ത് പറയാം? Therefore √5 is irrational. നമ്മൾ ആയം വെച്ച് കീഴടങ്ങി അല്ലെ? നമ്മൾ പറഞ്ഞേക്കുന്നത് തെറ്റായിരുന്നു, നമ്മൾ എടുത്തത് തെറ്റായിരുന്നു. അതുകൊണ്ട് നമ്മൾ പറയാം ശരി, നിങ്ങൾ പറഞ്ഞാണ് ശരി. ദാറ്റ് ഈസ് therefore എങ്ങനെ അറിയാം? √5 is irrational. √5 irrational ആണ് നമ്മൾ അവിടെ അവസാനിപ്പിച്ചു. ഓക്കെ, ചെയ്യാൻ പറ്റുമല്ലോ ക്വസ്റ്റ്യൻ ഇതിനോടൊപ്പം കിട്ടിക്കഴിഞ്ഞാൽ. ഇനി ഇതിന്റെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയോ. ഇതിൽ നിന്ന് ചോദിക്കാനുള്ളത് റൂട്ട്, നമ്മളിപ്പോൾ √2 ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു, √3 ചെയ്തു, √5 ചെയ്തു. ഇതുപോലെ √7 ചോദിച്ചാലും ഇതുപോലെ തന്നെ ഇങ്ങനെ √7 ചോദിച്ചാൽ ഇതുപോലെ തന്നെ ചെയ്യേണ്ടത്. ഓക്കെ, ഏതായത് ചെയ്താലും ഈ ഒരു പാറ്റേൺ ചെയ്ത് നമുക്ക് നിർത്തണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. prove that 3 plus 2 √5 is irrational. Prove that 3 plus 2 √5 is irrational. Question. ഈ ക്വസ്റ്റ്യൻ നോക്കി എങ്ങനെയാ? നമ്മൾ മെറ്റീരിയൽ സെയിം മെറ്റീരിയൽ നമ്മൾ ഏത് ഇറാഷണൽ പ്രൂവ് ചെയ്യാൻ ചോദിച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതൊരു റാഷണൽ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കാൻ പോകുന്നത്. ഏതൊരു നമ്പർ ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചാൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ഇതല്ല, ഇതൊരു റാഷണൽ ആണ്. അതുപോലെ നമ്മൾ എടുക്കുമ്പോൾ റാഷണൽ ആണ്. ലെറ്റ് us assume that എങ്ങനെ എടുക്കാം? 3 plus 2 √5 is റാഷണൽ. ഇത് റാഷണൽ ആണ്. റാഷണൽ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? റാഷണൽ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു a by b ഫോമിൽ എഴുതാൻ പറ്റും. a by b ഫോമിൽ എഴുതാൻ പറ്റുമേ? 3 plus 2 √5 is equal to a by b. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഈ √5 മാത്രം ഇട്ടിട്ട് √5 മാത്രം ഇട്ടിട്ട് ബാക്കി എല്ലാത്തിനും ഒരു സൈഡിൽ കൊണ്ടുവന്ന് നോക്കണം. ഓക്കെ, അത് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പോൾ കിട്ടും. അടുത്ത സ്റ്റെപ്പ് ഇത് ചെയ്യുമ്പോൾ കിട്ടും 2 √5. നമ്മൾ ആദ്യം 2 √5 is equal to 3 ഇങ്ങനെ നേരെ ഇങ്ങനെ സൈഡിൽ കൊണ്ടുവന്നപ്പോൾ മൈനസ് ആയി മാറി അല്ലേ? നേരെ 3a പ്ലസ് സൈഡിൽ കൊണ്ടുവന്നു. അതിവിടെ a by b ഓൾറെഡി ഉണ്ട്, a by b ഉണ്ട്, a by b മൈനസ് 3a. അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്ത് കിട്ടും? അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ എന്ത് കിട്ടും? ഇവിടെ അറിയാലോ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അറിയാലോ. a by b മൈനസ് 3/1 അല്ലേ? a എങ്ങനെ വരുന്നത്? a by b മൈനസ് 3/1 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു a മൈനസ് 3b ഡിവൈഡഡ് ബൈ b വരും അല്ലേ? അതാ എഴുതിയേക്കുന്നത്. ഓക്കെ, a മൈനസ് 3b ഡിവൈഡഡ് ബൈ b എന്ന് വരും. അടുത്ത സ്റ്റെപ്പ് നോക്കിയാൽ അടുത്ത സ്റ്റെപ്പ് √5 is equal to √5 is equal to എന്ത് എഴുതാം? ഈ 2 അൺബിളിലെ 2 ഇങ്ങനെ ഇപ്പുറത്ത് വരും. അതായത് a മൈനസ് 3b ഹോൾ ഡിവൈഡ് ബൈ 2b എന്ന് വരും. 2b എന്ന് വരും. ഡൗട്ട് ഉള്ള ഇത്രയും കഴിയത്തില്ല. ഇവിടെ എന്താ സംഭവിച്ചു നോക്കിയേ. √5 is equal to a മൈനസ് 3b ഡിവൈഡഡ് ബൈ 2b എന്ന് വന്നു അല്ലെ? ഇവിടെ എന്താണ്? എയും ബിയും ഒരു ഇന്റിജർ ആണ്. എയും ബിയും ഇന്റിജർ ആണ് എങ്കിൽ, ഇന്റിജർ ആവുമ്പോൾ ആണ് എങ്കിൽ ഇതെന്താണ്? അതായത് ഇത്രയും ഭാഗം ഇത് എന്തായിട്ട് മാറും? ഇത് എന്തായിട്ട് മാറും? എന്തായിട്ട് മാറും? ഇതൊരു
റാഷണൽ നമ്പർ ആയിട്ട് മാറും. ഇത് റാഷണൽ നമ്പർ ആവും. a minus 3b by 2b is a rational number. Since a and b are integers, therefore a minus 3b divided by 2b is rational. But പക്ഷേ നമുക്കൊരു കാര്യം അറിയാം. എന്താ അറിയാം? √5 ഒരു ഇറാഷണൽ ആണെന്ന് ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തിട്ട് നമുക്കറിയാം. √5 ഇത് ഇറാഷണൽ ആണ്. വി നോ ദാറ്റ് √5 ഈസ് ഇറാഷണൽ. ഇപ്പൊ ഇവിടെ സംബന്ധിച്ചേ അത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നോക്കി. ലെഫ്റ്റ് സൈഡ് റാഷണൽ, ഇപ്പുറത്തെ സൈഡ് റൈറ്റ് സൈഡ് ഇറാഷണൽ അല്ലെ. ഒരു സൈഡ് റാഷണലും ഒരു സൈഡ് ഇറാഷണലും കിടക്കണം. അപ്പൊ ശരിയാകുമ്പോ അവിടെ അല്ല, അവിടെ വെച്ച് നമ്മളെ തെറ്റി. ഒരു കാര്യം ഈക്വൽ എന്ന് എഴുതണമെങ്കിൽ രണ്ട് സൈഡും ഒരേപോലെ ആയിരിക്കണം ഈക്വൽ അർത്ഥം വരുന്നത്. ഇപ്പൊ √5 എടുക്കുന്ന സ്ഥലം √5 എന്താണത്? ഒരു √5 അത് ഒരു ഇറാഷണൽ നമ്പർ ആണ്. a minus 3b divided by 2b എന്ന നമ്പർ ഒരു റാഷണൽ നമ്പർ ആണ്. രണ്ടും കൂടെ ശരിയാവുന്നില്ല. വി നോ ദാറ്റ് √5 is irrational. അതുകൊണ്ട് നമുക്കറിയാം ഇത് ഈക്വൽ ആവുകയില്ല, ഒരിക്കലും ഇത് ഈക്വൽ ആവാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് സംഭവിച്ചു? നമ്മുടെ എടുത്ത അസംഷൻ അവിടെ വെച്ച് തെറ്റി. സോ ദിസ് കോൺട്രഡിക്ഷൻ ഈസ് arisen because of our wrong assumption. നമ്മുടെ അസംഷൻ തെറ്റിയത് കൊണ്ടാണ് അവിടെ ശരിയാവാഞ്ഞത്. അതുകൊണ്ട് നമുക്ക് എന്തോ പറയാം? അതുകൊണ്ട് therefore 3 plus √5 സിമ്പിൾ ആണ് അല്ലെ? സിമ്പിൾ ആണ്. നമ്മൾ 2-3 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പഠിക്കും. നമ്മൾ രണ്ടും ഒരേ പാറ്റേണുള്ള 2-3 ക്വസ്റ്റ്യൻ ഒരേ സമയത്ത് ചെയ്ത് നമുക്ക് പഠിച്ചു പോകാനേ ഉള്ളൂ. ഇപ്പൊ നോക്കിയേ, പ്രൂവ് ദാറ്റ് 3 plus 2 √5 ഈസ് ഇറാഷണൽ. നമ്മൾ എന്ത് സിമ്പിൾ ആയിട്ട് പഠിച്ചു. നോക്കാം, സെയിം തന്നെ. അടുത്ത ഇതേ പാറ്റേൺ അടുത്തൊരു ക്വസ്റ്റ്യൻ തരാം, നിങ്ങൾ നോക്കി ചെയ്ത് നോക്കാം. പ്രൂവ് ദാറ്റ് 6 plus √2 ഈസ് ഇറാഷണൽ. പ്രൂവ് ദാറ്റ് 6 plus √2 ഈസ് ഇറാഷണൽ. ഇത് നമ്മൾ എങ്ങനെ ചെയ്യാൻ പോകുന്നത്? സെയിം തൊട്ട് മുമ്പ് ചെയ്തതിന്റെ കൂട്ടാണ് അല്ലെ. തൊട്ട് മുമ്പ് ചെയ്തതിന്റെ കൂട്ട് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയായിരിക്കും നമ്മൾ എന്തെടുക്കാൻ പോകുന്നത്? ഏത് സംഖ്യ നമുക്ക് ഇറാഷണൽ പ്രൂവ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറാഷണൽ പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? അതൊരു റാഷണൽ നമ്പർ ആണെന്ന് എടുക്കാൻ പോകുന്നത്. അതൊരു റാഷണൽ നമ്പർ ആണെന്നാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മൾ എടുക്കാൻ പോകുന്നത് ലെറ്റ് us assume the controversy that 6 plus √2 is rational. 6 plus √2 റാഷണൽ നമ്പർ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് എടുക്കുന്നു. ഓക്കെ, 6 plus √2 റാഷണൽ നമ്പർ ആണെന്ന് പറഞ്ഞെടുക്കുന്നു. 6 plus √2 എന്ന റാഷണൽ നമ്പർ ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയും? a/b ഫോമിൽ എഴുതാൻ പറ്റും. 6 plus √2 is equal to a/b. ഓക്കെ, നമ്മൾ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യും. നമ്മൾ മൾട്ടിപ്പിൾ √2ന്റെ ഈ ഫോം മാത്രം ഇട്ടേക്കുന്നു. √2ന്റെ ഈ √2 മാത്രം ഇട്ടേക്കുന്നു. 6 അങ്ങ് സൈഡിൽ കൊണ്ടുവന്ന് എങ്ങനെ വരാം? അടുത്ത സൈഡിൽ എന്ത് വരും? a/b minus 6 അല്ലെ. a/b minus 6. ഓക്കെ ആണല്ലോ. √2 is equal to a/b minus 6. ഇവിടെ വെച്ചാൽ എന്തോ മതി, നമുക്ക് ഒന്നുകൂടി ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം. ഒന്നുകൂടി മൾട്ടിപ്പിൾ ചെയ്യാം. മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എന്ത് വരും? a minus 6b divided b. ഈ സംഭവം കിട്ടിയ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. ഇതിങ്ങോട്ട് വന്നപ്പോ ഇങ്ങനെ എങ്ങനെ ആയെന്നൊരു ഡൗട്ടിന്റെ കാര്യമില്ലല്ലോ. ഒന്നുകൂടെ പറയാം, a/b minus 6 ആണ്. ദാറ്റ് ഈസ് 6/1 ആണ്. ക്രോസ് മൾട്ടിപ്പിൾ ഇങ്ങോട്ട് ഇൻറ്റു ചെയ്യുന്നു, ഇവിടെ ഇങ്ങോട്ട് ഇൻറ്റു ചെയ്യുന്നു. കാര്യം പറയും, അതായത് 1 into a മൈനസ് b into 6b ഡിവൈഡഡ് ബൈ b into 1 b. ഇതാണ് വന്നേക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ്, അതായത് a minus 6b by divided by b. അത് എയും ബി ഇന്റിജർ ആണെങ്കിൽ നമുക്ക് പറയാം ഇതെന്താണ്? ഇവിടെ ഈ ഭാഗം എന്താണ്? റാഷണൽ നമ്പർ ആണ്. സിൻസ് a and b are integers, therefore a minus 6b divided by b is റാഷണൽ അല്ലെ. അത് റാഷണൽ ആണ്. ബട്ട് നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ബട്ട് we know that √2 is irrational. √2 എന്താണ്? ഇറാഷണൽ ആണ് നമുക്ക് അറിയാവുന്നത്. അവിടെ വെച്ച് തെറ്റിയില്ലേ? ഈക്വൽ ഒരു സൈഡ് റാഷണലും ഒരു സൈഡ് എന്താണ്? ഇറാഷണൽ ആണ്. നമുക്ക് അവിടെ വെച്ച് പറയാം നമ്മൾ എടുത്തേക്കുന്ന കോൺട്രഡിക്ഷൻ എന്താണ്? നമ്മൾ എടുത്തേക്ക അസംഷൻ അവിടെ തെറ്റി ഇല്ലേ? റോങ് അസംഷൻ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? √6 plus √2 is irrational. 6 plus √2 ഒരു ഇറാഷണൽ ആണ് എന്ന് പറയാം. ഓക്കെ ആണോ? ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻ ചെയ്താലും ഇതേപോലെ 6 plus √2 അല്ലെ 6 plus 3 √2 അങ്ങനെ ഏത് ക്വസ്റ്റ്യൻ ചെയ്താലും ഇതേപോലെ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കിതെല്ലാം ടെക്സ്റ്റിലെ പ്രോബ്ലംസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. പ്രൂവ് ദാറ്റ് 7 √5 ഈസ് ഇറാഷണൽ. കുറച്ചും സിമ്പിൾ ആയിട്ട് 7 √5 ഈസ് ഇറാഷണൽ. നമുക്ക് എന്തോ നമ്മൾ എന്താ പറയുമ്പോൾ ഇറാഷണൽ പ്രൂവ് ചെയ്യാൻ പറയാം. എന്താ പറയാ? അല്ല, ഇത് റാഷണൽ ആണ് അല്ലെ. എന്താ? ലെറ്റ് us assume the എങ്ങനെയാ 7 √5 ഈസ് 7 √5 ഈസ് റാഷണൽ. നമ്മൾ എടുക്കാൻ പോകും റാഷണൽ.
എങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? റാഷണൽ എ ബൈ ബി എന്ന ഫോമിലേക്ക് എഴുതാൻ പറ്റും. ഓക്കെ, എ ബൈ ബി എന്ന ഫോമിലേക്ക് എഴുതാൻ പറ്റും. നമുക്ക് √5 മാത്രം അവിടെ ഇടാം. ഇടുമ്പോൾ എങ്ങനെ എ ഡിവൈഡ് ബൈ 7b എന്ന് വന്നു. സംശയത്തിന്റെ യാതൊരു കാര്യമില്ല ഇവിടെ. നോക്കിയാൽ √5 = എ ബൈ ഡിവൈഡ് ബൈ 7b. ഇവിടെ എയും ബിയും ഇന്റിജർ ആണ്, എ ആൻഡ് ബി ആർ ഇന്റിജേഴ്സ്. എങ്കിൽ എ ബൈ 7b എന്താണ്? ഈസ് റാഷണൽ ആണ്. പക്ഷെ നമുക്കറിയാം √5 is irrational. We know that √5 is irrational. So these contradictions is arisen because of our wrong assumption. നമ്മുടെ തെറ്റായിട്ടുള്ള അസംഷൻ കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? Therefore 7√5 is rational. പറയാലോ, 7√5 is rational. Okay, next question നോക്കിയോ. Next question, prove that 1 by √2 is irrational. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? എന്ത് ചെയ്യണം? Let us assume that contrary. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? √2 is irrational എന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. √2 റാഷണൽ നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇവിടെ 1 by √2 is equal to a by b ഫോം എഴുതാൻ പറ്റുകയാണെങ്കിൽ എയും ബിയും ആയിരിക്കും ഇന്റിജർ ആയിരിക്കും അല്ലെ. b not equal to 0 ആണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെ. എങ്കിൽ നമുക്ക് എന്താ ചെയ്യാം? √2 is equal b by √2 is equal എന്ന് എഴുതാനാണെങ്കിൽ b by a എന്ന് എഴുതാം അല്ലെ. 1 by √2 is equal a by b ആണെങ്കിൽ √2 is equal to b by a ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ b by a. ബിയും എയും ഇന്റിജർ ആണെങ്കിൽ എന്ത് നമുക്ക് ഇന്റിജർ ആണെങ്കിൽ ബിയും എയും ഇന്റിജർ ആണെങ്കിൽ ഇതൊരു റാഷണൽ നമ്പർ b by a is equal to റാഷണൽ നമ്പർ ആയിരിക്കും. പക്ഷെ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, √2 is റാഷണൽ ആണ്. എങ്കിൽ നമ്മുടെ എന്തോ ഈക്വൽ ഒരു സൈഡ് റാഷണൽ ഒരു സൈഡ് റാഷണൽ ആയി. അതായത് എന്തുവഴി നമ്മുടെ അസംഷൻ തെറ്റിയെങ്കിൽ നമുക്ക് എന്താ √2 is എന്താ പറയാം? ഇറാഷണൽ നമ്പർ ആണെന്ന് എഴുതാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ വെച്ച് വൈഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ കമന്റ്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് ചോദിക്കുക. പിന്നീട് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.